സിക്സ്ത് സം BA സോഷ്യോളജിയുടെ പോപ്പുലേഷൻ ആൻഡ് സൊസൈറ്റി എന്ന പേപ്പറാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലാകെ 4 മൊഡ്യൂളാണ് ഈ പേപ്പറിലുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ പോപ്പുലേഷൻ സ്റ്റഡീസ്, ഡെഫിനീഷൻ, നാച്ചർ, സബ്ജക്റ്റ് മാറ്റർ ആൻഡ് സ്കോപ്പ്. സെക്കൻഡ് മൊഡ്യൂൾ ഈസ് തിയറീസ് ഓഫ് പോപ്പുലേഷൻ. പ്രധാനമായിട്ടും 3 തിയറിയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാൽത്തൂഷ്യൻ തിയറി, ഓപ്റ്റിമം പോപ്പുലേഷൻ തിയറി, ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി. തേർഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് പോപ്പുലേഷൻ എന്നതാണ്. പോപ്പുലേഷൻ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സെക്സ് ആൻഡ് ഏജ് ആണ് ഈ പോപ്പുലേഷൻ സ്ട്രക്ചറിൽ പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ മാരിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ്, ഒക്യുപ്പേഷൻ, റിലീജിയൻ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഡൈനാമിക്സ് ഓഫ് പോപ്പുലേഷൻ. അതിൽ ഡൈനാമിക്സ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു പ്രതിഭാസമല്ല, അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ജനനവും മരണവും കുടിയേറ്റവും ഒക്കെ നടക്കുന്നതിനനുസരിച്ച് പോപ്പുലേഷൻ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ മൊഡ്യൂളിലും ഡിസ്കസ് ചെയ്യുന്നത്. ഫെർട്ടിലിറ്റി, മോർട്ടാലിറ്റി ആൻഡ് മൈഗ്രേഷനാണ് പ്രധാനപ്പെട്ട ടോപ്പിക്ക്. പിന്നെ കുറച്ച് സബ് ടോപ്പിക്സ് ഉണ്ട്. അത് മാരേജ്, പിന്നെ വിഡോഹുഡ്, ഡൈവോഴ്സ്, അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മൈഗ്രേഷൻ ആയിരുന്നു. അതിൽ 2 തരത്തിലുള്ള മൈഗ്രേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ഇൻറ്റേർണൽ ആൻഡ് ഇൻ്റർനാഷണൽ. പിന്നെ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ആണ്. പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ കേരള. അതായത് പിന്നെ ഇന്ത്യയിലെ പോപ്പുലേഷൻ ഗ്രോത്ത് എങ്ങനെയാണ്, അതിനൊരു കേരളത്തിലെ കേസ് വെച്ചിട്ടാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെന്തെല്ലാം ഘടകങ്ങളാണ് ഈ പോപ്പുലേഷൻ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിന് സ്പെഷ്യൽ റെഫറൻസ് കൊടുക്കുന്നത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. അടുത്തത് പോപ്പുലേഷൻ പോളിസീസ് ആണ് ഈ പേപ്പറിൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് മോർട്ടാലിറ്റി, ഫെർട്ടിലിറ്റി, മൈഗ്രേഷൻ എന്നിവയെ സ്വാധീനിക്കുന്ന നയങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ നയങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫാമിലി പ്ലാനിങ് ആൻഡ് വെൽഫെയർ. ഫാമിലി പ്ലാനിങ് ആൻഡ് വെൽഫെയർ പ്രോഗ്രാംസ് ആണ്. ഈ പേപ്പറിലുള്ള മൊഡ്യൂൾ ഫസ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പോപ്പുലേഷൻ സ്റ്റഡീസ്. ഈ പോപ്പുലേഷൻ ആൻഡ് സൊസൈറ്റി എന്നുള്ള പേപ്പറിൽ നമ്മൾ പോപ്പുലേഷൻ എങ്ങനെയാണ് സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പേപ്പറിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനീഷൻ ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ്, നാച്ചർ, സബ്ജക്റ്റ് മാറ്റർ ആൻഡ് സ്കോപ്പ്. പിന്നെ റിലേഷൻ ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ് വിത്ത് അതർ സോഷ്യൽ സയൻസസ്, ഡെമോഗ്രഫി, സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്. പിന്നെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ സോഴ്സസ് ഓഫ് പോപ്പുലേഷൻ ഡാറ്റ, സെൻസസ്, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, സാമ്പിൾ സർവേ, ഡ്യുവൽ റിപ്പോർട്ട് സിസ്റ്റം, പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ് ആൻഡ് ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ്. അപ്പോൾ ഈ സോഴ്സസ് ഓഫ് പോപ്പുലേഷൻ ഡാറ്റ എന്ന് പറഞ്ഞാൽ ജനസംഖ്യാ വിവരങ്ങൾ എവിടെ നിന്നാണ്, അതിൻ്റെ പിന്നെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഡാറ്റ എവിടെ നിന്നാണ് ശേഖരിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ പേപ്പറിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ സെൻസസ്, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പോപ്പുലേഷൻ സ്റ്റഡീസ്, അതിൽ ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ഈസ് നോൺ ബൈ 2 നെയിംസ് ലൈക്ക് പോപ്പുലേഷൻ സ്റ്റഡീസ് ആൻഡ് ഡെമോഗ്രഫി. അതായത് 2 ടേം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മനുഷ്യ ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനങ്ങളെ സൂചിപ്പിക്കുന്നത്, പോപ്പുലേഷൻ സ്റ്റഡീസ് എന്നും ഡെമോഗ്രഫി എന്നും. ഈവൻ ദോ ദീസ് 2 നെയിംസ് ആർ ഇൻ്റർചേഞ്ചബിളി യൂസ്ഡ് ടു ഡിനോട്ട് ദ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. നമ്മളിത് രണ്ടും ഒരേ പിന്നെ പഠനം സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ബോത്ത് ആർ സം സ്ലൈറ്റ് വേരിയേഷൻസ്. ഇവ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പോപ്പുലേഷൻ സ്റ്റഡീസ് മെയിൻലി കോൺസെൻട്രേറ്റ്സ് ദ സ്റ്റഡി ഓഫ് ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ സൈസ് ആൻഡ് നാച്ചർ ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. അതായത് ഇതിലുള്ള ചില ചെറിയ വേരിയേഷൻസിനെ കുറിച്ച് സൂചിപ്പിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പോപ്പുലേഷൻ സ്റ്റഡീസ് എന്നുള്ള ടേം ഉപയോഗിക്കുന്നു. ഇറ്റ് സ്റ്റഡീസ് പോപ്പുലേഷൻ ഡൈനാമിക്സ്, ഫാക്ടേഴ്സ് ഓഫ് ഡൈനാമിക്സ് എക്സെട്ര.
ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഡെമോഗ്രഫി എന്ന ടേം ഉപയോഗിക്കുന്നത്. പോപ്പുലേഷൻ സ്റ്റഡീസ് എന്നാൽ ഒരു പ്രധാനമായിട്ടും ചേഞ്ചസ് അതിൻ്റെ സൈസിലും നാച്ചുറലും ഒക്കെ വരുന്ന ചേഞ്ചസിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനീഷൻ ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ് എന്നുള്ളതാണ്. പോപ്പുലേഷൻ സ്റ്റഡീസിൻ്റെ നിർവചനം. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ നിർവചിക്കുന്നത് ബാർക്ലേ എന്ന ഒരു തിയറിസ്റ്റിൻ്റെ ഡെഫിനേഷനാണ്. അദ്ദേഹം പറയുന്നത് ദ ന്യൂമറിക്കൽ പോർട്രയൽ ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ഈസ് നോൺ ആസ് ഡെമോഗ്രഫി. അപ്പോൾ ഈ മുമ്പുള്ള തിയറിസ്റ്റുകളൊക്കെ ഈ ഡെമോഗ്രഫി പോപ്പുലേഷൻ സ്റ്റഡീസ് എന്ന് ഒരേ പഠനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ജനസംഖ്യാ പഠനങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ടേമും അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബാർക്ലേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ന്യൂമറിക്കൽ പോർട്രയൽ ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ഈസ് നോൺ ആസ് ഡെമോഗ്രഫി. പിന്നെ ഹോസർ ആൻഡ് ഡങ്കൻ എന്ന തിയറിസ്റ്റിൻ്റെ ഡെഫിനീഷനാണ്. അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് ഡെമോഗ്രഫി ഈസ് ദ സ്റ്റഡി ഓഫ് സൈസ്, ടെറിട്ടോറിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ, changes therein and the components of such changes which may be identified as natality, mortality, territorial movement and social mobility. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ സൈസ്, അതിൻ്റെ എണ്ണത്തെക്കുറിച്ച് അല്ലെ വലിപ്പത്തെക്കുറിച്ച്, പിന്നെ പ്രാദേശികമായിട്ടുള്ള വിതരണത്തെക്കുറിച്ച്, പിന്നെ അതിൻ്റെ ഘടനയെക്കുറിച്ച്, അതിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചുള്ള ഘടകങ്ങൾ, അതായത് ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ടെറിട്ടോറിയൽ മൂവ്മെൻറ്റ് ആൻഡ് സോഷ്യൽ മൊബിലിറ്റി, ഇവയെക്കുറിച്ചൊക്കെയാണ് പോപ്പുലേഷൻ സ്റ്റഡിയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നാണ് തിയറിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു പ്രധാനമായിട്ട് നമ്മൾ രണ്ട് ഡെഫിനീഷനാണ് പിന്നെ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്, ജനസംഖ്യയുടെ വലിപ്പത്തെക്കുറിച്ചും അതിൻ്റെ വിതരണത്തെക്കുറിച്ചും ഘടനയെക്കുറിച്ചും ജനസംഖ്യയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും മാറ്റമുണ്ടാക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും ഒക്കെ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന ഒരു ശാഖയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോപ്പുലേഷൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത് എന്നാണ് ഈ പിന്നെ തിയറിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്, ഹോസർ ആൻഡ് ഡങ്കൻ എന്ന തിയറിസ്റ്റ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാച്ചർ ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ്. പോപ്പുലേഷൻ സ്റ്റഡീസിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ പ്രകൃതം എന്താണ് എന്നുള്ളതാണ്. നാച്ചർ എന്നാൽ ഈസ് ദ അണ്ടർലൈൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സബ്ജക്റ്റ്, അതായത് അതിൽ അന്തർലീനമായിരിക്കുന്ന സ്വഭാവത്തെയാണ് നമ്മൾ നാച്ചർ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ സ്റ്റഡീസിൻ്റെ നാച്ചർ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സ്റ്റഡീസ് ഈസ് എ സയൻസ്, ഇതൊരു ശാസ്ത്രമാണ്. ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യയുടെ ഒരു ശാസ്ത്രമാണ് പോപ്പുലേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. പോപ്പുലേഷൻ സ്റ്റഡീസ് ഈസ് ബ്രോഡ്ലി ഡിഫൈൻഡ് ആസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻസ്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ മെത്തേഡ് ഫോർ സ്റ്റഡി, അതായത് പോപ്പുലേഷൻ സ്റ്റഡീസിന് പഠിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ സയൻസിൻ്റേതായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ഇറ്റ് സ്റ്റഡീസ് ദ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് പോപ്പുലേഷൻ. ഇത് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവുമായിട്ടുള്ള ആസ്പെക്ട്സ്, പോപ്പുലേഷൻ്റെ ക്വാളിറ്റീസും ക്വാണ്ടിറ്റീസും ഒക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോപ്പുലേഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ശാസ്ത്രമാണ്. ഇതിൻ്റേതായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, പഠിക്കാനായിട്ട് ഇതിൻ്റേതായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് സബ്ജക്റ്റ് മാറ്റർ ആൻഡ് സ്കോപ്പ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ്. സബ്ജക്റ്റ് മാറ്റർ ആൻഡ് സ്കോപ്പ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ്. ഏതൊരു സബ്ജക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ, അതായത് ഒരു പഠന മേഖല ഉണ്ടായിരിക്കും. പോപ്പുലേഷനെ കുറിച്ചാണ്, ജനസംഖ്യയെക്കുറിച്ചും ജനസംഖ്യയുടെ മാറ്റങ്ങളെക്കുറിച്ചും, അതായത് പോപ്പുലേഷൻ ഡൈനാമിക്സ്, അതിൻ്റെ ഘടകങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പോപ്പുലേഷൻ സ്റ്റഡീസിൽ പഠിക്കുന്നത്. അതാണ് പോപ്പുലേഷൻ സ്റ്റഡീസിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. പിന്നെ സ്കോപ്പ് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ്,
പോപ്പുലേഷൻ സ്റ്റഡീസിൻ്റെ വ്യാപ്തി, ജനസംഖ്യാ പഠനത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു വിഷയം എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു സോഷ്യൽ സയൻസിൻ്റെ ബ്രാഞ്ച് ആയിക്കൊള്ളട്ടെ, നാച്ചുറൽ സയൻസിൻ്റെ ബ്രാഞ്ച് ആയിക്കൊള്ളട്ടെ, ദിനം പ്രതി അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും അറിയാൻ സാധിക്കുന്നതാണ് അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ഉപയോഗങ്ങൾ ഓരോ മേഖലയിലും പുതിയ പുതിയ മേഖലകളിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൊസൈറ്റിയെ വളരെയധികം സ്വാധീനിക്കുകയും അതിൻ്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഈ പോപ്പുലേഷനെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി എന്തായാലും എന്താണ്, വളരെ വൈഡായിരിക്കും, വളരെ വിശാലമായ വ്യാപ്തിയുള്ള സബ്ജക്റ്റാണ് പോപ്പുലേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് സൈസ് ഓഫ് പോപ്പുലേഷൻ്റെ വലിപ്പം, അതായത് ഫെർട്ടിലിറ്റി, ജനനം കൂടുന്നതിനനുസരിച്ച് പോപ്പുലേഷൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, മരണം കുറയുന്നതിനനുസരിച്ച് പോപ്പുലേഷൻ വളർന്നുകൊണ്ടേയിരിക്കും, മൈഗ്രേഷൻ കുടിയേറ്റങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് പോപ്പുലേഷൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പോപ്പുലേഷൻ സ്റ്റഡീസിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ അടുത്തതായിട്ട് പോപ്പുലേഷൻ്റെ ഘടന, കമ്പോസിഷൻ ഓർ സ്ട്രക്ചർ, സ്ത്രീ പുരുഷൻ, സ്ത്രീകളും പുരുഷന്മാരും കാണപ്പെടുന്ന പോപ്പുലേഷൻസ്. അപ്പോൾ അത് സെക്സ്, അതാണ് ഒരു സ്ട്രക്ചറിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ. അടുത്തത് ഏജ്, പ്രായം കുറഞ്ഞ ആളുകളാണോ, പ്രായം കൂടിയ ആളുകളാണോ, യുവാക്കളാണോ, ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ, ഘടന, പോപ്പുലേഷൻ്റെ ഘടനയെക്കുറിച്ച് പോപ്പുലേഷൻ സ്റ്റഡീസിൽ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ സാമ്പത്തിക പഠനത്തിലൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സാമൂഹിക വികസനം എടുക്കുകയാണെങ്കിലും പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പിന്നെ പോപ്പുലേഷൻ ഡാറ്റ, അതായത് ജനസംഖ്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ പോപ്പുലേഷൻ ഡൈനാമിക്സ്, പോപ്പുലേഷനിൽ വരുന്ന മാറ്റങ്ങൾ കുറയുകയാണോ കൂടുകയാണോ അതോ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുകയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പോപ്പുലേഷൻ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഫാക്ടേഴ്സ്, അതിൻ്റെ ഘടകങ്ങൾ, അതായത് ജനസംഖ്യയിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഘടകങ്ങൾ, ജനനം, മരണം, കുടിയേറ്റം, വിവാഹം, വിവാഹമോചനം, വിധവാത്വം, ഇതൊക്കെ അതിൻ്റെ ഫാക്ടേഴ്സാണ്. പിന്നെ പോപ്പുലേഷൻ പോളിസീസ്, ജനസംഖ്യാ നയങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ വിഭവങ്ങൾക്കനുസരിച്ച് നമുക്ക് ജനസംഖ്യ നിയന്ത്രിക്കേണ്ടതുണ്ട്. ജനസംഖ്യ കുറയുകയാണെങ്കിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ വികസനത്തിനനുസരിച്ച് അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ പഠിക്കുന്ന ഈ പോപ്പുലേഷൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ വിഷയം ഉണ്ടല്ലോ, അത് വളരെ വിശാലമായൊരു സബ്ജക്റ്റാണ്. Next one is because of the wideness of the subject studying in population studies, the scope of population studies is very wide. ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഈ ടോപ്പിക്സുകൾ ദിനം പ്രതി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ പുതിയ മേഖലകൾ ഇങ്ങനെ ഈ സബ്ജക്റ്റിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്. നെക്സ്റ്റ് ടോപ്പിക് വി ഡിസ്കസ്ഡ് ഇൻ ദിസ് ചാപ്റ്റർ ഈസ് റിലേഷൻ ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസ് വിത്ത് അതർ സോഷ്യൽ സയൻസസ്. മറ്റ് സാമൂഹ്യ ശാസ്ത്രവുമായിട്ട് പോപ്പുലേഷൻ സ്റ്റഡീസിനുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് പോപ്പുലേഷൻ സ്റ്റഡീസ് ആൻഡ് ഡെമോഗ്രഫിയും പോപ്പുലേഷൻ സ്റ്റഡീസും. പോപ്പുലേഷൻ സ്റ്റഡീസ് ഡീൽസ് വിത്ത് പോപ്പുലേഷനെ കുറിച്ചാണ് പോപ്പുലേഷൻ സ്റ്റഡീസ് പ്രതിപാദിക്കുന്നത്. ഡെമോഗ്രഫി ഡീൽസ് വിത്ത് പീപ്പിൾ, ഡെമോഗ്രഫി ഓരോ ആളുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ജനസംഖ്യാ പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ ജനസംഖ്യയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പോപ്പുലേഷൻ സ്റ്റഡീസ് കൺസേൺഡ് വിത്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോപ്പുലേഷൻ ചേഞ്ചസ് ആൻഡ് വേരിയബിൾസ് ആൻഡ് ഡെമോഗ്രഫി ഡീൽസ് വിത്ത് സൈസ്, ഡിസ്ട്രിബ്യൂഷൻ, ഓർഗനൈസേഷൻ ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് ഡെമോഗ്രഫി ഡീൽസ് വിത്ത് കമ്പോണൻസ് ഓഫ് പോപ്പുലേഷൻ വേരിയേഷൻ ആൻഡ് ചേഞ്ചസ്. അപ്പോൾ ഡെമോഗ്രഫിയും പോപ്പുലേഷനും നമ്മൾ ജനസംഖ്യാ പഠനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടേംസ് ആണെങ്കിലും അതിൽ ചില ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് പോപ്പുലേഷൻ സ്റ്റഡീസ് ആൻഡ് സോഷ്യോളജി. പോപ്പുലേഷൻ സ്റ്റഡീസും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. പോപ്പുലേഷൻ സ്റ്റഡീസ് മെയിൻലി കൺസേൺഡ് വിത്ത് കളക്ടിങ് മെറ്റീരിയൽസ് അബൌട്ട് ബയോളജിക്കൽ, എക്കണോമിക് ആൻഡ് social problems
ആൻഡ് സോഷ്യോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി. പോപ്പുലേഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. പിന്നെ ബയോളജിക്കൽ, ജീവശാസ്ത്രപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പോപ്പുലേഷൻ സ്റ്റഡീസിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ സോഷ്യോളജി പഠിക്കുന്നത് എന്താണ്? സൊസൈറ്റിയെക്കുറിച്ച്. Sociology. Population studies concepts individuals as a unit of a society. Population studies accepts individuals as a unit of സൊസൈറ്റി. സൊസൈറ്റിയുടെ ഒരു യൂണിറ്റ് ആയിട്ടാണ് വ്യക്തിയെ കണക്കാക്കുന്നത്. പോപ്പുലേഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തികളാണ്. ഈ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഒരു ഘടകമാണ്. അപ്പോൾ അവരെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സോഷ്യോളജി. അപ്പോൾ ഈ പോപ്പുലേഷൻ സ്റ്റഡീസും സോഷ്യോളജിയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. അതായത് ജനസംഖ്യ എന്ന് പറയുന്നത് സമൂഹത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ്? ഈ സൊസൈറ്റിയുടെ യൂണിറ്റാണ് വ്യക്തി എന്ന് പറയുന്നത്. ഈ വ്യക്തികളുടെ കൂട്ടത്തെക്കുറിച്ചാണ് എന്തിൽ പഠിക്കുന്നത്? ജനസംഖ്യാ പഠനത്തിൽ പഠിക്കുന്നത്. പോപ്പുലേഷൻ സ്റ്റഡീസ് ഡീൽസ് വിത്ത് പീപ്പിൾ ആൻഡ് സോഷ്യോളജി ഡീൽസ് വിത്ത് സോഷ്യൽ പ്രോബ്ലംസ്. പോപ്പുലേഷൻ സ്റ്റഡീസ് പ്രധാനമായിട്ടും ആളുകളെക്കുറിച്ചും സോഷ്യോളജി പ്രധാനമായിട്ടും സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ഈ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അനുഭവിക്കുന്നതും മനുഷ്യരാണ്. അതെന്ത് ചെയ്യുന്നു? പോപ്പുലേഷൻ്റെ ഘടനയെയും പിന്നെ വലിപ്പത്തെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും വളരെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. നെക്സ്റ്റ് വൺ ഈസ് പോപ്പുലേഷൻ സ്റ്റഡീസ് ആൻഡ് എക്കണോമിക്സ്. പോപ്പുലേഷൻ സ്റ്റഡീസും എക്കണോമിക്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ സ്റ്റഡീസ് ഡീൽസ് വിത്ത് പോപ്പുലേഷൻ ചേഞ്ചസ് എക്സെട്ര. എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ എക്കണോമിക് ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി ലൈക്ക് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, സോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ് ആൾസോ കൺസേൺഡ് വിത്ത് പോപ്പുലേഷൻ ആസ് എ സോഴ്സ് ഓഫ് ലേബർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പോപ്പുലേഷൻ സ്റ്റഡീസും എക്കണോമിക്സും വളരെ അടുത്ത ബന്ധമുള്ള സബ്ജക്റ്റാണ്. എക്കണോമിക്സിലാണ് ആദ്യകാലങ്ങളിൽ പോപ്പുലേഷനെ കുറിച്ചുള്ള പഠനങ്ങൾ കൂടുതലായിട്ട് നടന്നിരുന്നത്. അതായത് എന്താണ്? സമൂഹത്തിൽ ഒരു എക്കണോമിക് പ്രൊഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ ജനസംഖ്യ ഉണ്ടായേ തീരൂ. അപ്പോൾ ആദ്യകാലങ്ങളിലുള്ള പോപ്പുലേഷൻ തിയറീസൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എക്കണോമിക് ബേസിലുള്ളതായിരിക്കും. ഈ എക്കണോമിക്സിൽ സാമ്പത്തിക ശാസ്ത്ര മേഖലയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന രീതികൾ, ഉൽപ്പാദനത്തിൻ്റെ ഘടകങ്ങൾ, അതേപോലെ തന്നെ ജനസംഖ്യയെ എന്താണ് ലേബർ, പിന്നെ എക്കണോമിക് പ്രൊഡക്ഷൻ ഉണ്ടാക്കാനുള്ളൊരു യൂണിറ്റ് ആയിട്ടാണ് എക്കണോമിക്സിൽ കൺസിഡർ ചെയ്യുന്നത്. പോപ്പുലേഷൻ സ്റ്റഡീസിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നതാണ് വലിയൊരു ഘടകം. പിന്നെ ഈ പോപ്പുലേഷൻ ചേഞ്ചസ് ഇതൊക്കെ എക്കണോമിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? പോപ്പുലേഷൻ നമ്മൾ നിയന്ത്രിച്ച് നിർത്തുന്നത്. അപ്പോൾ ഇത് രണ്ടും വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. സോഴ്സസ് ഓഫ് പോപ്പുലേഷൻ ഡാറ്റ. പോപ്പുലേഷൻ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളെക്കുറിച്ച് ശേഖരിക്കുന്ന വിവരങ്ങളെയാണ് നമ്മൾ പോപ്പുലേഷൻ ഡാറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇൻഫർമേഷൻ ഓഫ് പോപ്പുലേഷൻ വിച്ച് ഈസ് മെയിൻലി ചേഞ്ച്ഡ് ഡ്യൂ ടു ദ എഫക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച് ലൈക്ക് ഫെർട്ടിലിറ്റി, മോർട്ടാലിറ്റി ആൻഡ് മൈഗ്രേഷൻ. അതായത് ജനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോപ്പുലേഷൻ ഡാറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രദേശത്തുള്ള പോപ്പുലേഷനിൽ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് കുറയും. ജനനങ്ങൾ നടന്നാൽ അത് കൂടും. അപ്പോൾ അത്തരത്തിലുള്ള ഡാറ്റകൾ ശേഖരിക്കുന്ന പിന്നെ സോഴ്സസ്, ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് വൺ ഈസ് സെൻസസ്, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, സാമ്പിൾ സർവേ, ഡ്യുവൽ റിപ്പോർട്ട് സിസ്റ്റം, പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ്, ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ്. സെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിവിടെ 10 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ് സെൻസസ് എന്ന് പറയുന്നത്. സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുന്ന
സ്ഥിതിവിവര കണക്കുകൾ പിന്നെ ശേഖരിക്കുന്ന ഒരു രീതിയാണ്. നെക്സ്റ്റ് വൺ ഈസ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വൈറ്റൽ ഈവൻസ്, അതായത് ജനന മരണങ്ങൾ വിവാഹമൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതാണ്. അത് ഈ ജനന മരണങ്ങളൊക്കെ അതിൽ പറയുന്നത് വൈറ്റൽ ഈവൻസ് എന്നാണ്. ഇത് നമ്മൾ എന്താണ് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് അതിനെക്കുറിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാക്കുന്നതാണ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. നെക്സ്റ്റ് വൺ ഈസ് സാമ്പിൾ സർവേ. സാമ്പിൾ സർവേ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എന്താണ് സാമ്പിൾ എടുത്തിട്ട് ഒരു പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ട് സർവേ നടത്തുന്നതാണ് സാമ്പിൾ സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡ്യുവൽ റിപ്പോർട്ട് സിസ്റ്റം. ഡ്യുവൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ എന്ന് പറഞ്ഞാൽ രണ്ട് എന്നുള്ള അർത്ഥമാണ്. രണ്ട് രീതിയിൽ റിപ്പോർട്ട് ചെയ്യുക, അതായത് സെൻസസ് നടത്തുകയും ചെയ്യുക, അതേസമയം തന്നെ ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റീസിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ജനന മരണങ്ങളും മൈഗ്രേഷനും ഒക്കെ രജിസ്റ്റർ ചെയ്യുക. അതാണ് ഡ്യുവൽ റിപ്പോർട്ട് സിസ്റ്റം. ഇത് കുറച്ച് വിശ്വാസ്യമായിട്ടുള്ള, അതായത് റിലയബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് വൺ ഈസ് പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ്. രജിസ്റ്ററുകൾ സൂക്ഷിക്കുക, ജനസംഖ്യയെക്കുറിച്ചുള്ള, അതായത് ജനസംഖ്യയുടെ മാറ്റങ്ങളെക്കുറിച്ചുള്ള രജിസ്റ്ററുകൾ സൂക്ഷിക്കുക. പിന്നെ അടുത്തത് ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ്, അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങൾ. ഇതിലൊക്കെ പോപ്പുലേഷനെ കുറിച്ച്, വേൾഡ് പോപ്പുലേഷനെ കുറിച്ചും റീജിയണൽ പോപ്പുലേഷനെ കുറിച്ചൊക്കെയുള്ള ഡാറ്റകൾ ശേഖരിക്കും. ഇത് വർഷാവർഷങ്ങളിൽ ഇറങ്ങുന്നതുണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഇതിൽ നിന്ന് നമുക്ക് പോപ്പുലേഷൻ ഡാറ്റകൾ കിട്ടും. ഫസ്റ്റ് വൺ ഈസ് സെൻസസ്. സെൻസസ് ഈസ് ഡിഫൈൻഡ് ആസ് എൻ എന്യൂമറേഷൻ ഓഫ് കംപ്ലീറ്റ് പോപ്പുലേഷൻ കൗണ്ട് അറ്റ് എ പോയിന്റ് ഇൻ ടൈം വിത്തിൻ എ സ്പെസിഫൈഡ് ജോഗ്രഫിക്കൽ ഏരിയ. സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ആളുകളെയും, അതായത് ഒരു പ്രദേശത്തുള്ള എല്ലാ ആളുകളെയും കണ്ടിട്ട് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. ഒരാളെ പോലും വിടാതെ ഒരു പ്രത്യേക സമയത്തിൻ്റെ ഉള്ളിൽ അവരെ കണ്ടിട്ട് അവരെ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് സെൻസസ് എന്ന് പറയുന്നത്. മോഡേൺ സെൻസസ് വർ ഫസ്റ്റ് ഹെൽഡ് ഇൻ 19th സെഞ്ച്വറി. ആധുനിക സെൻസസ് സമ്പ്രദായം ആരംഭിച്ചിട്ടുള്ളത് 19th സെഞ്ച്വറിയിലാണ്. രണ്ട് തരത്തിലുള്ള ടെക്നിക്സുകളാണ് ഡിജുവർ ആൻഡ് ഡിഫാക്റ്റോ എന്ന് പറയുന്ന 2 ടെക്നിക്സ് ആണ് യൂസ്ഡ് ടു കണ്ടക്ട് സെൻസസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഡിജുവർ മീൻസ് കൗണ്ടിങ് ഓഫ് പീപ്പിൾ അക്കോർഡിംഗ് ടു ദ പെർമനൻറ്റ് പ്ലേസ് ഓഫ് ലൊക്കേഷൻ ഓർ റെസിഡൻസ്. ഡിജുവർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആളുകളെ എണ്ണം എടുക്കുക, അതായത് കൗണ്ടിങ് ഓഫ് പീപ്പിൾ, അവരുടെ പെർമനൻറ്റ് സ്ഥിരമായിട്ടുള്ള താമസ സ്ഥലത്ത് പോയിട്ട് അവിടെ അവരെ കൗണ്ട് ചെയ്യുന്ന രീതിയാണ് ഡിജുവർ മെത്തേഡ് എന്ന് പറയുന്നത്. ഡിഫാക്റ്റോ മീൻസ് കണ്ടക്ടിങ് സെൻസസ് റെഫേഴ്സ് ടു കൗണ്ടിങ് പേഴ്സൺ വേർ ദേ ആർ പ്രസൻറ്റ് അറ്റ് ദ ടൈം. അതായത് അവർ എവിടെയാണോ, ഡിഫാക്റ്റോ മെത്തേഡിൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എവിടെയാണോ അവിടെ അവരെ കൗണ്ട് ചെയ്യുന്ന രീതി, അവരെ എണ്ണം ആ പോപ്പുലേഷനിൽ ഉൾപ്പെടുത്തുന്ന രീതിയാണ് ഡിഫാക്റ്റോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിജുവർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ പിന്നെ മൈഗ്രേറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഒരു ജോലിക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ പോയിട്ടുണ്ടെങ്കിൽ അവർ സ്ഥിരതാമസം എവിടെയാണോ അവിടെയുള്ള പോപ്പുലേഷൻ്റെ കൗണ്ട് ചെയ്യുന്നതാണ് ഡിജുവർ മെത്തേഡ്. ഡിഫാക്റ്റോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ, അതായത് അത് അയാളുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പിന്നെ റെസിഡൻസ് ഒന്നും ആയിരിക്കില്ല, അവിടെ പോയിട്ട് അവരെ കൗണ്ട് ചെയ്യുന്ന രീതിയാണ് പിന്നെ ഡിഫാക്റ്റോ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. വൈറ്റൽ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത്, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് രജിസ്ട്രേഷൻ ഓഫ് വൈറ്റൽ ഈവൻസ്. ഇത് രജിസ്ട്രേഷൻ ഓഫ് വൈറ്റൽ ഈവൻസ് എന്നും ഈ മെത്തേഡ് അറിയപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ രജിസ്ട്രേഷൻ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. വൈറ്റൽ ഈവൻസ് മീൻസ് ദ ബർത്ത്, ഡെത്ത്, മൈഗ്രേഷൻ, മാരേജ് എക്സെട്ര. അപ്പോൾ വൈറ്റൽ ഈവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബർത്ത്, ഡെത്ത്, മൈഗ്രേഷൻ, മാരേജ്, ഇതൊക്കെ വൈറ്റൽ ഈവൻസ് ആണ്. ഇറ്റ് ഈസ് ദ റെഗുലർ ഓർ കണ്ടിന്യൂസ് രജിസ്ട്രേഷൻ ഓഫ് വൈറ്റൽ ഈവൻസ് ഇൻ എ കൺസേൺഡ് അതോറിറ്റി. ദാറ്റ് മീൻസ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു രീതി തന്നെയാണ്. ഇറ്റ് ഈസ് ദ റെഗുലർ ഓർ കണ്ടിന്യൂസ് രജിസ്ട്രേഷൻ. തുടർച്ചയായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക നമ്മളുടെ വൈറ്റൽ ഈവൻസ്, പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ കൺസേൺഡ് അതോറിറ്റി, പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഒക്കെയാണ്. ഇപ്പോൾ നമ്മളുടെ പ്രദേശത്ത് ഒരു ജനനം നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണം. മരണം നടന്നു കഴിഞ്ഞാൽ അതും നമ്മൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നമ്മളെ മുനിസിപ്പാലിറ്റി ഏരിയ ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതാണ് ഈ കൺസേൺഡ് അതോറിറ്റിയിൽ നമ്മൾ വൈറ്റൽ ഈവൻസ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. നമ്മളെ മാരേജൊക്കെ കഴിഞ്ഞാലും നമ്മൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഇറ്റ് ഈസ് ദ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം. ദിസ് മെത്തേഡ് ഈസ് ആൾസോ നോൺ ആസ് എ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം. ഈ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മൾ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം എന്നും അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് സാമ്പിൾ സർവേ.
സാമ്പിൾ സർവേ ആണ് അടുത്ത മെത്തേഡ്. ഇൻ ഇറ്റ് ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ഓൺലി ഫ്രം എ സാമ്പിൾ ഓഫ് ദ പോപ്പുലേഷൻ വിച്ച് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഹോൾ ആൻഡ് ഫ്രം വിച്ച് കൺക്ലൂഷൻസ് ആർ ഡ്രോൺ ബൈ ദ യൂസ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്സ്. അതായത് സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ആളുകളെയും കണ്ട് അവരിൽ നിന്ന് ഇപ്പോൾ ഒരു പ്രദേശത്ത് 10 ആളുകൾ വസിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ 10 ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. 10 ആളുകളെയും കണ്ട് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മെത്തേഡാണ് സാമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ 10 പേരെ എന്ത് ചെയ്യുക, നമ്മളൊരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അവരിൽ നിന്നൊരു 5 പേരെ സെലക്ട് ചെയ്തിട്ട് അവരാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഈ 5 പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് എന്ത് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. ദേ ആർ ദ സാമ്പിൾ ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ. ഇറ്റ് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ടോട്ടൽ 10 പീപ്പിൾ. അതായത് ഈ 10 പേരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. ഈ സാമ്പിൾ ശേഖരിച്ച് കഴിഞ്ഞിട്ട് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ചില ശാസ്ത്രീയ രീതികളുടെ അടിസ്ഥാനത്തിൽ അവയെ വിശകലനം ചെയ്യുക. അതാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡാണ് ഡ്യുവൽ റിപ്പോർട്ട് സിസ്റ്റം. ഡ്യുവൽ റിപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് സിസ്റ്റം ഈച്ച് ഈവൻ്റ് ഈസ് എന്യൂമറേറ്റഡ് ബൈ 2 ഇൻഡിപെൻഡൻറ്റ് പ്രൊസീജിയേഴ്സ്. അതായത് ഈ ഡ്യുവൽ റിപ്പോർട്ട് സിസ്റ്റത്തിൽ പിന്നെ എന്ത് ചെയ്യുന്നു, ഈച്ച് ഈവൻറ്റ് ഓരോ സംഭവങ്ങളെയും എന്ത് ചെയ്യുന്നു, ഈസ് എന്യൂമറേറ്റഡ് ബൈ 2 ഇൻഡിപെൻഡൻറ്റ് പ്രൊസീജിയേഴ്സ്. 2 സ്വതന്ത്രമായ നടപടിക്രമങ്ങളിലൂടെ ഇവയെ പിന്നെ റെക്കോർഡ് ചെയ്യുന്നു, അതായത് എന്യൂമറേറ്റ് ചെയ്യുന്നു. വൺ ഈസ് ദാറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് അതർ ഈസ് ദാറ്റ് ഓഫ് സാമ്പിൾ സർവേ. അതായത് ഒന്ന് രജിസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇപ്പോൾ നമ്മൾ കൺസേൺഡ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ രജിസ്റ്റർ പരിശോധിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ വിവരം ശേഖരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ വീടുകളിൽ പോയിട്ട് അവിടെ സർവേ നടത്തിയിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു. അപ്പോൾ ഇതാണ് ഡ്യുവൽ റിപ്പോർട്ട് സിസ്റ്റം. 2 രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ഈ ഡ്യുവൽ റിപ്പോർട്ട് സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ്, ജനസംഖ്യാ രജിസ്റ്ററുകൾ. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ പ്രൈമറി ഡാറ്റ ശേഖരിക്കുന്ന രീതിയാണ്. അതായത് രജിസ്റ്ററൊക്കെ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഡാറ്റ തന്നെയാണ്. പക്ഷേ ഒരു ഫീൽഡിൽ നമ്മൾ നേരിട്ട് ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ നേരിട്ട് പോയിട്ട് ആ ഒരു വ്യക്തിയിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നത് നമുക്കറിയാം പ്രൈമറി ഡാറ്റയാണെന്നുള്ളത്. പക്ഷേ പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ. ഇത് ദ്വിതീയ വിവരങ്ങളുടെ സോഴ്സാണ്. ഇറ്റ് ഈസ് എ രജിസ്റ്റർ ഓഫ് റിസൈഡിങ് പേഴ്സൺസ് നോർമലി ഇൻ എ ഗിവൺ കൺട്രി. അതായത് ഇറ്റ് ഈസ് എ രജിസ്റ്റർ, ഇതൊരു രജിസ്റ്ററാണ് ഓഫ് റിസൈഡിങ് പേഴ്സൺസ് നോർമലി ഇൻ എ ഗിവൺ കൺട്രി. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് റീജിയനിൽ ജീവിക്കുന്ന അല്ലെ താമസിക്കുന്ന ആളുകളുടെ ഒരു രജിസ്റ്ററാണ് പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾവേസ് ഹെൽപ്സ് ടു നോ അബൌട്ട് ദ കറൻറ്റ് ഇൻഫർമേഷൻ ഓൺ സച്ച് ഡെമോഗ്രഫിക് പ്രോബ്ലംസ് ആസ് പോപ്പുലേഷൻ സൈസ്, വൈറ്റൽ ഈവൻറ്റ്സ് ആൻഡ് മൈഗ്രേഷൻ. അതായത് പ്രദേശത്ത് എത്ര ആളുകളുണ്ട് എന്ന് ആ രജിസ്റ്റർ നോക്കിയാൽ അറിയാൻ കഴിയും. പിന്നെ അതിൽ നിന്ന് എന്താണ്, ആ പോപ്പുലേഷൻ്റെ സൈസ് എങ്ങനെയുള്ളതാണ്, അതേപോലെ എന്താണ് വൈറ്റൽ ഈവൻറ്റ്സ്, ഇൻറ്റേർണൽ മൈഗ്രേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ വിവരങ്ങൾ ശേഖരിക്കാൻ ഈ പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ് സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ്, യുണൈറ്റഡ് നേഷൻസ് ഇയർ ബുക്ക്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇയർ ബുക്ക്, ഓൾ ആർ ദ പോപ്പുലേഷൻ രജിസ്റ്റേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ്. അടുത്തതായിട്ട് ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ്. ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബുക്സ് പബ്ലിഷ്ഡ് ബൈ ഇൻ്റർനാഷണൽ ഏജൻസീസ്. ഇൻ്റർനാഷണൽ ഏജൻസീസ് പോപ്പുലേഷനെ കുറിച്ച് പിന്നെ പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് യുണൈറ്റഡ് നേഷൻസ് ഇയർ ബുക്ക്, എപ്പിഡമിയോളജിക്കൽ ആൻഡ് വൈറ്റൽ റെക്കോർഡ്സ്, ഇതൊക്കെയാണ് ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ്, അന്താരാഷ്ട്ര പ്രസിദ്ധീകരണം. പോപ്പുലേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതായത് പോപ്പുലേഷൻ ഗ്രോത്ത്, അവിടുത്തെ ഫെർട്ടിലിറ്റി, വേൾഡിൽ ഫെർട്ടിലിറ്റി എങ്ങനെയാണ്, അതേപോലെ തന്നെ സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ വേൾഡ് ലെവലിലുള്ളതാണ് കൂടുതലായിട്ടും വരുന്നത്.
മൊഡ്യൂൾ സെക്കൻഡ് തിയറീസ് ഓഫ് പോപ്പുലേഷന് ജനസംഖ്യാ സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ തിയറൈസിങ് അബൌട്ട് പോപ്പുലേഷൻ ഹാവ് റിമൈൻഡ് ആൻ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് സിൻസ് ടൈം ഇമ്മെമ്മോറിയൽ. വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ ജനസംഖ്യയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടു വന്നിരുന്നു. അതായത് പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, പിന്നെ കൗഡില്യ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പോപ്പുലേഷനെ കുറിച്ച് അങ്ങനെ തിയറൈസ് ചെയ്തിട്ടുണ്ട്, സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവർ കൂടുതലായിട്ടും ചെയ്തത് സോഷ്യൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ തിയറൈസിങ് നടത്തിയിട്ടുള്ളത്. അതായത് പ്ലാറ്റോ ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിറ്റി സ്റ്റേറ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. സിറ്റി സ്റ്റേറ്റിൽ പോപ്പുലേഷൻ കൂടുകയാണെങ്കിൽ എന്താ ചെയ്യാം, അപ്പം അതിൽ പിന്നെ അവിടെ ലൈഫ് ഒരു ഇംബാലൻസ് ഉണ്ടാവും, അതായത് റിസോഴ്സസ് കുറവായിട്ട് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ എന്താ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, വിഭവങ്ങൾക്കൊരു ഷോർട്ടേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ആദ്യകാലങ്ങളിലുള്ള തിയറികൾ. അതായത് സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റിനൊക്കെ എങ്ങനെയാണ് പോപ്പുലേഷൻ ബാധിക്കുന്നത് എന്നാണ് ആ കാലങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ഇൻ ഏർലി പീരീഡ് പോപ്പുലേഷൻ കൺസിഡേർഡ് ആസ് വെരി യൂസ്ഫുൾ ഫോർ സൊസൈറ്റി. അപ്പോൾ മുൻകാലങ്ങളിലാണെങ്കിൽ പോപ്പുലേഷൻ എന്താണ്, ജനസംഖ്യയെ സമൂഹത്തിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതായത് പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂടും, പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആളുകൾ കൂടുതലായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ അവർ ചിന്തിച്ചിരുന്നത്. തിങ്കേഴ്സ് ഇൻ ഏർലി സൊസൈറ്റി ഐഡൻറ്റിഫൈഡ് പോപ്പുലേഷൻ ആസ് എ സോഴ്സ് ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പർപ്പസസ്. അതായത് പൊളിറ്റിക്കലായിട്ടുള്ള പലതരത്തിലുള്ള പിന്നെ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിരുന്നു, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതിനെയൊക്കെ നേരിടാൻ എന്താണ്, പോപ്പുലേഷൻ നമ്മളെ സഹായിക്കും. നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ പ്രദേശത്തെ സംരക്ഷിക്കാൻ എക്കണോമിക് പർപ്പസസ്, അതായത് സാമ്പത്തികമായിട്ട് ലാഭമുണ്ടാക്കാൻ ഒരു രാജ്യത്തിനായാലും ഒരു കുടുംബത്തിനായാലും ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്താണ്, ഫാമിലിയിലെ അംഗങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരെല്ലാവരും എക്കണോമിക്കലായിട്ട് പിന്നെ ഒരു ലാഭം വീടിനോ അല്ലെങ്കിൽ രാജ്യത്തിനൊക്കെ ഉണ്ടാക്കും എന്നുള്ള ഒരു സിദ്ധാന്തമായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ കണ്ടുവന്നിരുന്നത്. ഇനി നമുക്ക് പിന്നെ നമ്മളെ സിലബസിലുള്ള 3 തിയറികൾ നോക്കാം. മാൽത്തൂഷ്യൻ തിയറി, ഓപ്റ്റിമം പോപ്പുലേഷൻ തിയറി, ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി. ഈ 3 തിയറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. മാൽത്തൂഷ്യൻ തിയറി എന്ന് പറഞ്ഞാൽ വളരെ കാലങ്ങൾക്ക് മുൻപേ തന്നെയുള്ള ഒരു തിയറിയാണ്. ഈ തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് തോമസ് റോബർട്ട് മാൽത്തൂസ് എന്ന ഒരു ഇംഗ്ലീഷ് ക്ലർജിമാനാണ്, എ നോൺ എക്കണോമിസ്റ്റ്. പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ ഈസ് എൻ എസ്സേ റിട്ടൺ ബൈ ഹിം വിത്ത് പ്രസൻറ്റഡ് ദ എസെൻഷ്യൽ ആർഗ്യുമെൻറ്റ് ദാറ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് വിൽ ഔട്ട്സ്ട്രിപ്പ് ദ ഫുഡ് സപ്ലൈ. പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എസ്സേ ആണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഗ്രോത്ത് ക്യാൻ ആൻഡ് വിൽ ഔട്ട്സ്ട്രിപ്പ് ദ ഫുഡ് സപ്ലൈ. അതായത് അദ്ദേഹം ബന്ധപ്പെടുത്തുന്നത് ഒരു സമൂഹത്തിലെ ഫുഡ് അല്ലെങ്കിൽ റിസോഴ്സസ്, നമ്മളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഫുഡ് അതല്ലെങ്കിൽ വിഭവങ്ങൾ, അവയുടെ പിന്നെ ഉൽപ്പാദനവും ജനസംഖ്യയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിദ്ധാന്തത്തിലൂടെ മാൽത്തൂഷ്യൻ തിയറി, തോമസ് റോബർട്ട് മാൽത്തൂസ് പിന്നെ പറയാൻ ശ്രമിക്കുന്നത്. ദ തിയറി മെയിൻലി എക്സാമിൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് പോപ്പുലേഷൻ. ഫുഡ് ഈസ് നെസസറി ഫോർ ഹ്യൂമൻ എക്സിസ്റ്റൻസ്. നമുക്കെല്ലാവർക്കും അറിയാം ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണ്. ദ പോപ്പുലേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രോ അറ്റ് എ സ്റ്റേജ് ദ പോപ്പുലേഷൻ സ്റ്റിൽ ഗ്രോയിങ് ബട്ട് ഓഫ് ഫുഡ് ഈസ് നോട്ട് ഗ്രോ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ഒരു പ്രദേശത്ത് ഇങ്ങനെ പിന്നെ ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, സപ്ലൈ ഉണ്ടായിരിക്കും, അവിടെ പോപ്പുലേഷൻ ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ പോപ്പുലേഷൻ ഫുഡും എന്ത് ചെയ്യും, ഒരേ രീതിയിൽ ഇങ്ങനെ ഒരു ഘട്ടം വരെ വളർന്നു പോകും. പോപ്പുലേഷൻ വളർന്നതിനനുസരിച്ച് ഫുഡ് സപ്ലൈ അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷനും വർദ്ധിക്കും.
അതൊരു സ്റ്റേജ് വരെ വളർന്നു കഴിഞ്ഞാൽ ഗ്രോയിങ് ബട്ട് പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഈസ് നോട്ട് ഗ്രോ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. ഒരു പോയിന്റ് വരെ പോപ്പുലേഷൻ എന്ത് ചെയ്യും, പോപ്പുലേഷനും വളരും, അതേസമയം തന്നെ പ്രൊഡക്ഷൻ ഓഫ് ഫുഡും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഫുഡ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, അവിടെ നിൽക്കും, ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഒരു രാജ്യത്ത് പോവർട്ടി അതുപോലുള്ള ഭക്ഷണക്ഷാമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഇൻക്രീസസ് ഇൻ ജിയോമെട്രിക് റേഷ്യോ. പോപ്പുലേഷൻ വർദ്ധിക്കുന്നത് എങ്ങനെയാണ്, ജിയോമെട്രിക് ആയിട്ടാണ് പോപ്പുലേഷൻ വർദ്ധിക്കുന്നത്. അത് നമ്മളിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. 1, അതിൻ്റെ ഇരട്ടിയായിട്ട് 2, പിന്നെ 2ൻ്റെ ഇരട്ടിയായിട്ട് 4, 4ൻ്റെ ഇരട്ടിയായിട്ട് 8, 8ൻ്റെ ഇരട്ടി 16. അങ്ങനെ ഒരു ജിയോമെട്രിക്കൽ റേഷ്യോയിൽ പോപ്പുലേഷൻ അങ്ങനെ വർദ്ധിച്ചു പോകും. ഒരു പോയിന്റ് കഴിഞ്ഞാൽ പോപ്പുലേഷൻ വർദ്ധിക്കുന്നത് അങ്ങനെയാണ്. നെക്സ്റ്റ് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് അറ്റ് ആൻ അരിത്തമാറ്റിക് റേഷ്യോ. ആ ഫുഡ് എങ്ങനെയാണ്, ഫുഡ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് വർദ്ധിച്ചു പോകുന്നത്, അരിത്തമാറ്റിക് റേഷ്യോ. അപ്പോൾ അരിത്തമാറ്റിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 അങ്ങനെ വളർന്നു പോകുന്നു. അപ്പോൾ പോപ്പുലേഷൻ എന്താണ്, ഈ ഇരട്ടിയായിട്ട് വളരുമ്പം ഫുഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വളരുന്നത്, ചെറിയ യൂണിറ്റ് ആയിട്ടാണ് വർദ്ധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് സമൂഹത്തിന് എന്താണ്, ഹാംഫുള്ളായിട്ട് വരും പോപ്പുലേഷൻ. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഒരു ഘട്ടം വരെ എന്ത് ചെയ്യും, പോപ്പുലേഷനും ഫുഡ് പ്രൊഡക്ഷനും ഒരേ രീതിയിൽ പോകും. ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുന്നത്, പോപ്പുലേഷൻ സൊസൈറ്റിക്ക് ഹാംഫുള്ളായിട്ട് മാറുന്നു. അപ്പോൾ മാൽത്തൂസ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് തടഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, സോഷ്യൽ ഡെവലപ്മെൻറ്റും എക്കണോമിക് ഡെവലപ്മെൻറ്റും ഒക്കെ സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ പലതരത്തിലുള്ള സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ സമൂഹത്തിലുണ്ടാവും. അപ്പോൾ അദ്ദേഹം ഈ പോപ്പുലേഷൻ തടയാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ചെക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പോസിറ്റീവ് ചെക്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്രിവെൻറ്റീവ് ചെക്സ്. പോസിറ്റീവ് ചെക്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ അപ്ലൈഡ് ബൈ മെൻ ടു കൺട്രോൾ സെലിബസി പോസ്റ്റ് പോണ്ട് മാരേജ്. അപ്പോൾ പോസിറ്റീവ് ചെക്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യരൊക്കെ മാൻമെയ്ഡാണ്. അത് മനുഷ്യർ സ്വയം എന്ത് ചെയ്യുന്നതാണ്, പിന്നെ ബർത്ത് റേറ്റ് നിയന്ത്രിച്ചിട്ട് ഒരു സമൂഹത്തിലെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഫുഡ് സപ്ലൈക്ക് അനുസരിച്ച് പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുക, മനുഷ്യർ സ്വയം നിയന്ത്രിക്കുക. അതായത് സെലിബസി, ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിട്ടോ അല്ലെങ്കിൽ മാരേജ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടോ മാരേജ് ചെയ്യാതെയൊക്കെ അങ്ങനെ നീട്ടി വയ്ക്കുന്നതാണ് പോസിറ്റീവ് ചെക്സ്. മനുഷ്യർ ബോധത്തോട് കൂടിയിട്ട് പോപ്പുലേഷനെ തടയുക. അതേസമയം തന്നെ രണ്ടാമത്തതാണ് പ്രിവെൻറ്റീവ് ചെക്സ് എന്ന് പറഞ്ഞാൽ ഇത് പ്രകൃതി, which is made by nature like famine, disaster, disease, war, etc. അപ്പം ഈ പ്രിവെൻറ്റീവ് ചെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകൃതിയാൽ ഉണ്ടാവുന്ന ചില തടസ്സങ്ങൾ, അതായത് ഫാമിൻ ക്ഷാമം, ഡിസാസ്റ്റർ, ഡിസീസ്, വാർ, ഇതൊക്കെ എന്താണ് പ്രകൃതിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പ്രിവെൻറ്റീവ് ചെക്സ്. പോസിറ്റീവ് ചെക്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ബോധപൂർവം ഉണ്ടാക്കുന്ന തടസ്സങ്ങളും, പ്രിവെൻറ്റീവ് ചെക്സ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതാണ് ഈ തിയറിയുടെ ഒരു സമ്മറി, ഒരു കാതൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിലൊക്കെ ഒരു പ്രിമിറ്റീവ് സൊസൈറ്റിയോ അല്ലെങ്കിൽ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയോ ആണെങ്കിൽ അവിടെ എന്താണ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ സമൂഹം മുന്നോട്ട് പോകുന്നത്. അവരുടെ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അഗ്രികൾച്ചറാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ നടക്കുന്നത്. അദ്ദേഹം ഈ തിയറി പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലും ഈ തിയറി തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഒരു മെക്കനൈസേഷൻ വന്നിട്ടുണ്ട്. മെക്കനൈസേഷൻ വന്നപ്പോൾ എന്താണ്, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെഷീൻസ് ഉപയോഗിക്കാൻ തുടങ്ങി. ഈ മെഷീൻസ് ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് വർദ്ധിച്ചു വരുന്ന ഈ മെഷീൻസിൻ്റെ പിന്നെ എന്താണ് ഉപയോഗത്തെക്കുറിച്ചൊന്നും മാൽത്തൂസ് ഒരിക്കലും ബോധവാനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ തിയറിയുടെ ഒരു പ്രധാനപ്പെട്ട വിമർശനം, ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ദ തിയറി അണ്ടർ എസ്റ്റിമേറ്റ് ടെക്നോളജി, അതായത് ടെക്നോളജിയെ, സാങ്കേതികതയെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അണ്ടർ എസ്റ്റിമേറ്റ്, അവഗണിക്കുകയാണ് ഈ തിയറിയിൽ ചെയ്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വന്നതിന് ശേഷം പലതരത്തിലുള്ള മെഷീൻസ് പിന്നെ നമ്മളെ അഗ്രികൾച്ചറൽ ഫീൽഡിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, പ്രൊഡക്ഷൻ ഓഫ് ഫുഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസറുകൾ, അതേപോലെ തന്നെ മെഷീൻസ്, ടില്ലർ, പിന്നെ ട്രാക്ടർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ പ്രൊഡക്ഷൻ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അദ്ദേഹം പറയുന്നില്ല. ഈ മെഷീൻസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ സ്വാഭാവികമായിട്ട് കൂടും. അപ്പോൾ എന്താണ്, ഈ പോപ്പുലേഷൻ്റെ ഗ്രോത്ത്
സമൂഹത്തിനെ ബാധിക്കുന്നില്ല എന്നാണ് പിന്നെ മറ്റ് തിയറിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടെക്നോളജിയുടെ വശത്തെക്കുറിച്ച് മാൽത്തൂസ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ഈ തിയറിയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഓപ്റ്റിമം പോപ്പുലേഷൻ തിയറി. ഓപ്റ്റിമം പോപ്പുലേഷൻ തിയറി എന്ന് പറഞ്ഞാൽ രണ്ടാമതായിട്ട് നമ്മൾ സിലബസിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു തിയറിയാണ്. ഈ തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടുവന്നത് എഡ്വിൻ കാനൻ എന്ന ഒരു തിയറിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വെൽത്ത് എന്ന ബുക്കിലാണ് ഈ തിയറിയെക്കുറിച്ച് പറയുന്നത്. വെൽത്ത് എന്ന ഒരു പുസ്തകത്തിലാണ് ഈ തിയറിയെക്കുറിച്ച് പറയുന്നത്. ഈ തിയറി പോപ്പുലറൈസ് ചെയ്തിരിക്കുന്നത്, അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചിട്ടുള്ളത്, പലതരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുള്ളത് റോബിൻസ്, ഡാൾട്ടൺ ആൻഡ് കാർ സൗണ്ടേഴ്സ് എന്നുള്ള 3 തിയറിസ്റ്റുകളാണ് ഈ തിയറിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിമം പോപ്പുലേഷൻ തിയറി എന്ന് പറഞ്ഞാലും എന്താണ് ഈ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പോപ്പുലേഷൻ എപ്പോഴും സൊസൈറ്റിക്ക് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്, സൊസൈറ്റിക്ക് ഉപയോഗപ്രദമാണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രധാനമായിട്ടും എക്കണോമിക് പ്രൊഡക്ഷന് പോപ്പുലേഷൻ ആവശ്യമാണ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സൈസ് ഓഫ് പോപ്പുലേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് വെൽത്ത്. അതായത് സൈസ് ഓഫ് പോപ്പുലേഷൻ്റെ വലിപ്പം, സൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു വലിപ്പത്തെക്കുറിച്ചാണ്. അതായത് എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ വലിയ പോപ്പുലേഷനാണ് എന്ന് നമ്മൾ പറയും. സൈസ് ഓഫ് പോപ്പുലേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് വെൽത്തിൻ്റെ പ്രൊഡക്ഷനും സൈസ് ഓഫ് പോപ്പുലേഷനും തമ്മിലുള്ള ബന്ധം, പോപ്പുലേഷൻ്റെ വലിപ്പവും സമ്പത്ത് അല്ലെങ്കിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. എനി റൈസ് ഓർ ഡിമിന്യൂഷൻ ഇൻ ദ സൈസ് ഓഫ് പോപ്പുലേഷൻ എബവ് ഓർ ബിലോ ദ ഒപ്റ്റിമം ലെവൽ വിൽ ഡെമിനിഷ് ഇൻകം പെർ. അപ്പോൾ ഓപ്റ്റിമം പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ദ ഓപ്റ്റിമം പോപ്പുലേഷൻ മീൻസ് ദ ബെസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഡിസൈറബിൾ സൈസ് ഓഫ് എ കൺട്രീസ് പോപ്പുലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു പലതരത്തിലുള്ള സിദ്ധാന്തങ്ങൾ മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, പിന്നെ കൗഡില്യൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പോപ്പുലേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം എന്താണ് ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ എക്കണോമിക്കലൊക്കെ ആയിട്ടാണ് ഈ ഒരു പോപ്പുലേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്റ്റിമം പോപ്പുലേഷൻ തിയറിയും അതേ രീതിയിൽ തന്നെയാണ് പറയുന്നത്. പോപ്പുലേഷൻ ഗ്രോത്ത് ഒരു പോയിന്റ് വരെ, അതായത് ഒപ്റ്റിമം ലെവലായി കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് എന്താണ് പോപ്പുലേഷൻ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യും, ഫുഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും, എക്കണോമിക് പ്രൊഡക്ഷനൊക്കെ ഒരു പോയിന്റ് വരെ നടക്കും. ആ പോയിന്റിൻ്റെ മുകളിലേക്ക് പോയാലും എന്ത് ചെയ്യും, ഇവർ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അതിൽ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ഓപ്റ്റിമം ലെവലുണ്ട്. ഓപ്റ്റിമം ലെവൽ എന്ന് പറഞ്ഞാൽ ആ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ആ ജീവിക്കുന്ന ഏരിയയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ്. അവിടുന്ന് ആ ഒരു ഓപ്റ്റിമം ലെവലിൽ നിന്ന് പോപ്പുലേഷൻ താഴ്ന്നു കഴിഞ്ഞാൽ എന്താവും, അവിടെ പിന്നെ ഇൻകം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്കണോമിക് ആയാലും പിന്നെ ഫുഡ് പ്രൊഡക്ഷൻ ആയാലും ഒക്കെ കുറയും, അതിൽ നിന്ന് കുറയും. അപ്പോൾ സമൂഹത്തിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് സോഷ്യൽ പ്രോബ്ലംസ്, പിന്നെ പോവർട്ടി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒപ്റ്റിമം പോപ്പുലേഷൻ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ അറ്റ് എ പോയിന്റ് ഈസ് യൂസ്ഫുൾ ടു സൊസൈറ്റി. ദ പോയിന്റ് ഈസ് നോൺ ആസ് ഓപ്റ്റിമം പോയിന്റ്. അതായത് നമ്മൾ പറഞ്ഞു ഒപ്റ്റിമം പോപ്പുലേഷൻ തിയറിയിൽ പറയുന്നത് എന്താണ്, ഓപ്റ്റിമം ലെവൽ ഓഫ് പോപ്പുലേഷനെ കുറിച്ചും അതേപോലെ ഒപ്റ്റിമം പോയിന്റ് ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നു, പോപ്പുലേഷൻ്റെ വർധനവ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് പിന്നെ ഉപകാരപ്രദമാണ്. ആ ഒരു പോയിന്റ് വരെ എന്ത് ചെയ്യും, പോപ്പുലേഷൻ ആ സൊസൈറ്റിയിൽ വളരെ അഡാപ്റ്റീവാണ്, അതല്ലെങ്കിൽ അവർക്ക് അവിടെ പിന്നെ സാധ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഓപ്റ്റിമം പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്യുന്നു, പിന്നെ അവർക്ക് താമസിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷൻ കുറവായിരിക്കും, എക്കണോമിക്കായിട്ട് അവർ വീക്കാവും. അപ്പോൾ ഈ ഓപ്റ്റിമം പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാൽത്തൂഷ്യൻ തിയറിയുടെ ഒരു പിന്നെ മറ്റൊരു ലെവലാണ് ഈ ഓപ്റ്റിമം തിയറിയിലും പറയുന്നത്. ഇപ്പോൾ പൊതുവേ ഈ പോപ്പുലേഷൻ തിയറിയൊക്കെ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പോപ്പുലേഷനും പിന്നെ സോഷ്യൽ ഡെവലപ്മെൻറ്റും അല്ലെ എക്കണോമിക് ഡെവലപ്മെൻറ്റും ഒക്കെ തമ്മിലുള്ള ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയയ്ക്ക് എങ്ങനെയാണ് പോപ്പുലേഷൻ പ്രോബ്ലംസ് അതല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ ഗ്രോത്തൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഈ തിയറിയിലും പറയുന്നത്. ഇതിലൊരു ഓപ്റ്റിമം പോയിന്റ് പറയുന്നുണ്ട്. മാൽത്തൂഷ്യൻ തിയറിയിലാണെങ്കിൽ ഒരു പോയിന്റ് വരെ എന്ത് ചെയ്യുന്ന പിന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ സൊസൈറ്റി. ആഫ്റ്റർ ദാറ്റ് പോയിന്റ് ഇറ്റ് ഈസ് ഹാംഫുൾ ഫോർ സൊസൈറ്റി. അപ്പോൾ ആ രീതിയിലുള്ള ഒരു തിയറിയാണ് ഈ ഓപ്റ്റിമം
നെക്സ്റ്റ് വൺ ഈസ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി. അടുത്തത് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറിയാണ്. ഈ ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറിയും ഏകദേശം ഒരു സോഷ്യൽ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു തിയറിയാണ്. ഈ തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് FW നോട്ട്സ്റ്റീൻ, ഫ്രാങ്ക് നോട്ട്സ്റ്റീൻ എന്ന പേരായിട്ടുള്ള ഒരു അമേരിക്കൻ ഡെമോഗ്രാഫറാണ്. 1945 ഈ തിയറി പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ദ തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ ആക്ച്വൽ പോപ്പുലേഷൻ ട്രെൻഡ്സ് ഓഫ് അഡ്വാൻസ്ഡ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. അതായത് ലോകത്തിലെ അഡ്വാൻസ്ഡ് കൺട്രീസ്, അവിടെയുള്ള പോപ്പുലേഷൻ, ആക്ച്വൽ പോപ്പുലേഷൻ ട്രെൻഡ്, യഥാർത്ഥത്തിലുള്ള ജനസംഖ്യാ പ്രവണതകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു തിയറിയാണ് ഈ ഒരു ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി എന്ന് പറയുന്നത്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചേഞ്ച്, ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റം സംഭവിക്കുന്നതിനെയാണ് നമ്മൾ വരുന്നതിനെയാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുമ്പ് കാലങ്ങളിലൊക്കെ ഡെവലപ്പിംഗ് കൺട്രീസും ഡെവലപ്ഡ് കൺട്രീസും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ സാങ്കേതികമായിട്ടുള്ള വ്യവസായ വിപ്ലവത്തിന് മുമ്പുള്ള രാജ്യങ്ങളും വ്യവസായ വിപ്ലവത്തിന് ശേഷം രാജ്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സാമൂഹികവും സാമ്പത്തികവുമായിട്ടൊക്കെ ഉള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡെമോഗ്രഫിക് ട്രാൻസിഷൻ മീൻസ് ദ ട്രാൻസിഷൻ ഓഫ് പോപ്പുലേഷൻ ഫ്രം ഹൈ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ് ടു ലോവർ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ് ആസ് എ കൺട്രി ഓർ എ റീജിയൻ ഡെവലപ്സ് ഫ്രം എ പ്രീ ഇൻഡസ്ട്രിയൽ ടു ആൻ ഇൻഡസ്ട്രിയൽ എക്കണോമിക് സിസ്റ്റം. അപ്പോൾ ഈ തിയറിയിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡെമോഗ്രഫിക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസ് മൂവ്സ് ഫ്രം ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഹൈ ഡെത്ത് റേറ്റ് ടു ലോ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് ത്രൂ വിച്ച് പോപ്പുലേഷൻ ഇൻക്രീസസ് ഇൻ കൺട്രി. അതായത് ഇതൊക്കെ ഇപ്പോൾ ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ ഉള്ള, യൂറോപ്പിലും ഒക്കെ ഉള്ള ഈ ഒരു പോപ്പുലേഷനിൽ വന്നിട്ടുള്ള, അവിടെ വന്ന സാമൂഹിക അവസ്ഥകളിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക് കണ്ടീഷൻസിലൊക്കെ മാറ്റങ്ങൾ വന്നപ്പം പോപ്പുലേഷനിൽ വന്നിട്ടുള്ള ചേഞ്ചുകളെ കുറിച്ചാണ് ഈ ഒരു തിയറിയിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസ് എന്ത് ചെയ്യുന്നു? മൂവ്സ്, പോയിക്കൊണ്ടിരിക്കുന്നു, ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഹൈ ബർത്ത് റേറ്റ്, വലിയ ജനന നിരക്കും മരണനിരക്കും ഉള്ള ഒരു അവസ്ഥയിൽ നിന്നും അവർ കുറഞ്ഞ ജനന നിരക്കിലേക്കും മരണനിരക്കിലേക്കും സഞ്ചരിച്ച് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പോപ്പുലേഷൻ അവിടെ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ തിയറിയിൽ പ്രധാനമായിട്ട് ഇവർ പറയുന്നത്. ഡെമോഗ്രഫിക് ട്രാൻസിഷൻ മീൻസ് ദ ട്രാൻസിഷൻ ഓഫ് പോപ്പുലേഷൻ ഫ്രം ഹൈ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ് ആസ് എ കൺട്രി ഓർ റീജിയൻ ഡെവലപ്സ് ഫ്രം എ പ്രീ ഇൻഡസ്ട്രിയൽ ടു ആൻ ഇൻഡസ്ട്രിയൽ എക്കണോമിക് സിസ്റ്റം. അപ്പം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ നിന്നും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ അവിടെ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. പ്രധാനമായും ചൈൽഡ് ഡെത്ത് റേറ്റ്, അതായത് കുട്ടികളുടെ മരണനിരക്ക് അവിടെ കൂടുതലായിരുന്നു. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിനെ, അതായത് ഇങ്ങനെ പോകുന്ന ഈ ഒരു മൂവ്മെൻറ്റിനെ ഡെവലപ്പിംഗ് കൺട്രീസിലെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ഹൈ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റിൽ നിന്നും ലോ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റിലേക്കുള്ള ഈ ഒരു സഞ്ചാരത്തിന് ഫ്രാങ്ക് നോട്ട്സ്റ്റീൻ ഡിഫറെൻ്റ് സ്റ്റേജസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. The theory states that each country passes through different stages of transition which are given below. അതായത് ഈ ഒരു ഡെവലപ്മെൻറ്റ് വരുന്ന സമയത്ത് ഒരു പ്രദേശം വികസിച്ച് വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു 4 സ്റ്റേജസിലൂടെയാണ് എല്ലാ സമൂഹവും കടന്നു പോകുന്നത് എന്നാണ് ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറിയിലൂടെ ഫ്രാങ്ക് നോട്ട്സ്റ്റീൻ പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഈസ് പ്രീ ഇൻഡസ്ട്രിയൽ സ്റ്റേജ്. In this stage, birth and death rates are high, especially the death rate of children, and the growth of population is high. ഇത് പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൻ്റെ പേര് പോലെ തന്നെ
ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുൻപേയുള്ള സ്റ്റേജസ് ആണ്. ഈ കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ് പിന്നെ ഫുഡ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ മാർക്കറ്റിനൊക്കെ ഉള്ള സാധ്യതകൾ വളരെ കുറവാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഓരോ കുടുംബങ്ങളും എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ട് തന്നെയുള്ള സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത്, അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഓരോ കുടുംബങ്ങൾക്കും വേണ്ടിയിട്ടുള്ളത് അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ്, ഇമ്മ്യൂണൈസേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആ സമൂഹത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് അവിടെ മരണനിരക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നു. പിന്നെ ബർത്ത് കൺട്രോളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ബർത്ത് എന്ന് പറയുന്നത് ബർത്ത് റേറ്റ് വളരെ കൂടുതലാണ്. കാരണം ആ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മെമ്പേഴ്സ് ഫാമിലിയിൽ ഉണ്ടാവുന്നത് എന്താണ്, എക്കണോമിക് ബെനഫിറ്റാണ് അതിലൂടെ ഉണ്ടാവുന്നത്. അതെന്താണെന്ന് വെച്ചാൽ കുട്ടികളെപ്പോഴും അവരുടെ സിബ്ലിങ്സിനെ, അതായത് അവരുടെ താഴെയുള്ള കുട്ടികളെ പരിപാലിക്കാനും, അതേപോലെ തന്നെ അവിടെ ഒരു എക്കണോമിക് പിന്നെ നമുക്കൊരു ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് വീട്ടിലുള്ള ജോലികൾ എപ്പോഴും പിന്നെ ചൈൽഡ് റെയറിങ്, അതേപോലെ തന്നെ വീട്ടിലുള്ള മറ്റ് ജോലികളൊക്കെ സ്ത്രീകളാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പുറത്ത് പോയിട്ട്, അതായത് പുറത്ത് പോയിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അഗ്രികൾച്ചറാണ്. അപ്പോൾ പാടത്ത് പോയിട്ടുള്ള ജോലികൾ എപ്പോഴും പുരുഷന്മാരാണ് അതിൽ എൻഗേജ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കുട്ടികൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മുതിർന്ന കുട്ടികളാണ് ചെറിയ കുട്ടികളെ എപ്പോഴും പരിപാലിക്കുന്നത്. അതേപോലെ തന്നെ ആ കുട്ടികൾ കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരും ഇതേപോലെ തന്നെ പുറത്ത് പോയിട്ട് പണികൾ ചെയ്യും. അപ്പോൾ ഈ ഒരു ഫാമിലിയിൽ മെമ്പേഴ്സ് അധികമുള്ളത് എന്താണ്, എപ്പോഴും എക്കണോമിക് ബെനഫിറ്റ്, സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഇതായിട്ടാണ് ആ കാലഘട്ടത്തിലുള്ള ആളുകൾ കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ബർത്ത് റേറ്റ് വളരെ കൂടുതലാണ്. ബർത്ത് കൺട്രോൾ ആയിട്ട് ഒരു തരത്തിലുള്ള ബർത്ത് കൺട്രോളും അവിടെ നിലനിൽക്കുന്നില്ല. പിന്നെ ഡെത്ത് റേറ്റ്സ് കൂടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മെഡിക്കൽ ഫെസിലിറ്റീസും ഇമ്മ്യൂണൈസേഷനും അതേപോലെ തന്നെ പിന്നെ ആരോഗ്യം, ഇതൊക്കെ എന്താണ് പിന്നെ വളരെ വീക്കായിട്ടാണ് കാണപ്പെടുന്നത്. ആളുകൾ അതിനെക്കുറിച്ചൊന്നും അത്ര ബോധവാന്മാർ അല്ല. പിന്നെ സാനൊക്കെ വളരെ വീക്കായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റും കൂടുതലാണ്, ഡെത്ത് റേറ്റും കൂടുതലാണ്. പക്ഷേ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് കൂടിയ രീതിയിലാണ് കാണുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ഡെവലപ്പിംഗ് സ്റ്റേജ്. ഇതിന് ഡെവലപ്പിംഗ് സ്റ്റേജ് എന്നും അറിയപ്പെടുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേജിന് ട്രാൻസിഷൻ സ്റ്റേജ്. അതായത് ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് മുതലാണ് പോപ്പുലേഷൻ്റെ ഈ ഫാക്ടേഴ്സിൽ അല്ലെങ്കിൽ ഘടകങ്ങളിൽ മാറ്റം വരാൻ തുടങ്ങുന്നത്. ഈ ഡെവലപ്പിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ വരവോട് കൂടിയിട്ടാണ് ഡെവലപ്പിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേജ് ആരംഭിക്കുന്നത്. ഡെത്ത് റേറ്റ്സ് ബിക്കം ലോ. അപ്പോൾ ഈ ഡെവലപ്പിംഗ് സ്റ്റേജ് എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വികസനങ്ങളുടെ ഒരു കാലഘട്ടമാണ്. അതായത് പിന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു കാലഘട്ടമാണ് ഇവിടെ കാണുന്നത്. ഈ ഫസ്റ്റ് സ്റ്റേജൊക്കെ കാണുന്നത് ഗ്രേറ്റ് ബ്രിട്ടനിലൊക്കെ ആ കാലഘട്ടത്തിൽ എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെയൊക്കെ മുൻപ് ഈ ഒരു പിന്നെ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് സ്റ്റേജിലുള്ള ഒരു അവസ്ഥയാണ് കണ്ടിരുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ഡെത്ത് റേറ്റ് ബിക്കംസ് ലോ. ഡെത്ത് റേറ്റ് കുറയാൻ തുടങ്ങി. എസ്പെഷ്യലി ദ ഡെത്ത് റേറ്റ് ഓഫ് ചിൽഡ്രൻ. പ്രധാനമായിട്ടും എന്താണ് കുട്ടികളുടെ മരണനിരക്ക് കുറയാൻ തുടങ്ങി. അത് കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണൈസേഷനും മറ്റു കാര്യങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് കുട്ടികളുടെ ഡെത്ത് റേറ്റ് കുറയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിച്ച് വരികയാണ് ചെയ്യുന്നത്. ഇത് വെസ്റ്റേൺ യൂറോപ്പിൽ 19th സെഞ്ച്വറിയിലാണ് ഈ സെക്കൻഡ് സ്റ്റേജ് കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു ഈ പിന്നെ ഇങ്ങനെ ചൈൽഡ് ഡെത്ത് റേറ്റൊക്കെ കുറഞ്ഞു, പിന്നെ മറ്റ് ഡെത്ത് റേറ്റും കുറഞ്ഞു. കാരണം ഇമ്മ്യൂണൈസേഷനൊക്കെ വന്നു, പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് വന്നു, പിന്നെ പ്രൊഡക്ഷനൊക്കെ കൂടി, പോവർട്ടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ആരും അനുഭവിക്കുന്നില്ല. പലതരത്തിലുള്ള പിന്നെ എന്താണ് ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. ഈ ഡെത്ത് റേറ്റ് കുറഞ്ഞെങ്കിലും ബർത്ത് റേറ്റ് എന്ത് ചെയ്തു, റിമെയിൻസ് ഹൈ.
കൂടുതലായി തന്നെ തുടരുന്നു. ബർത്ത് റേറ്റ് സെക്കൻഡ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് തുടരുന്നു. അപ്പോൾ ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ് നമ്മൾ പറഞ്ഞു. ഈ സ്റ്റേജിന് ട്രാൻസിഷൻ സ്റ്റേജ് എന്ന പേരും കൂടെ ഉണ്ട്. ഇറ്റ് ലീഡ്സ് ടു റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഫസ്റ്റ് സ്റ്റേജിൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഉയർന്നതായിരുന്നെങ്കിലും ഒരു റാപ്പിഡ് പെട്ടെന്നുള്ള ഒരു ജനസംഖ്യാ വളർച്ചയാണ് സെക്കൻഡ് സ്റ്റേജിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ തേർഡ് സ്റ്റേജ് അറിയപ്പെടുന്നത് ലേറ്റ് ട്രാൻസിഷൻ സ്റ്റേജ്, അതായത് ട്രാൻസിഷന് ശേഷം വന്നിട്ടുള്ള സ്റ്റേജ്. ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഡെത്ത് റേറ്റ് വാസ് ലോ ആസ് ഇൻ ഡെവലപ്പിംഗ് സ്റ്റേജിൽ കാണപ്പെടുന്നത് പോലെ തന്നെ ഡെത്ത് റേറ്റ് എന്താണ്, കുറവാണ്. ബർത്ത് റേറ്റ് ഓൾസോ ലോവറിംഗ് വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ കണ്ടീഷൻസ് ലൈക്ക് ഇൻക്രീസ് ഇൻ വിമൻസ് സ്റ്റാറ്റസ്, ഇംപ്രൂവ്ഡ് എക്കണോമിക് കണ്ടീഷൻ എക്സെട്ര. പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് റാപ്പിഡ് ആൻഡ് ഹൈ. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഡെത്ത് റേറ്റ് പിന്നെ ഡെവലപ്പിംഗ് സ്റ്റേജിൽ അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേജിൽ കണ്ടതുപോലെ തന്നെ കുറവാണ്. പക്ഷെ ബർത്ത് റേറ്റ് എന്ത് ചെയ്തു, കുറയാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, പോപ്പുലേഷൻ്റെ ഗ്രോത്ത് ഹൈ ആൻഡ് റാപ്പിഡാണ്. പക്ഷേ ഈ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഒക്കെ കുറയാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞിങ്ങനെ വരികയാണ് പോപ്പുലേഷൻ. ഇത് സോഷ്യൽ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്തു. നമ്മൾ പറഞ്ഞു ഈ സെക്കൻഡ് സ്റ്റേജിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് തേർഡ് സ്റ്റേജ് വരുന്നത്. ഈ കാലഘട്ടത്തിലും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കാണപ്പെടുന്നുണ്ട്. പ്രൊഡക്ഷനൊക്കെ മെഷീൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ എന്താണ്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്, ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്, സാനിറ്റേഷൻ വളരെ നല്ല നിലയിലാണ് ഉള്ളത്. ഈ സമൂഹത്തിൽ വൃത്തിയും ഒക്കെ ഉള്ള ഒരു സമൂഹമാണ് ആ കാലഘട്ടത്തിൽ കാണുന്നത്. അപ്പോൾ ഡെത്ത് റേറ്റ് എന്ത് ചെയ്തു, കുറഞ്ഞു. ഡെത്ത് റേറ്റ് കുറഞ്ഞു, പക്ഷേ ബർത്ത് റേറ്റും കുറഞ്ഞു. കാരണം എന്താണ്, ആ ഒരു ഈ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായി വന്നിട്ടുള്ള മാറ്റങ്ങൾ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസിലൂടെ എന്ത് ചെയ്തു, പലതരത്തിലുള്ള പിന്നെ ഇൻഫ്ലുവൻസും സൊസൈറ്റിയിൽ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് സ്ത്രീകളുടെ സ്റ്റാറ്റസ് വർദ്ധിച്ചു, സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങി, പിന്നെ ഇൻകം ജനറേറ്ററായിട്ട് സ്ത്രീ മാറുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ലേറ്റ് ട്രാൻസിഷൻ സ്റ്റേജിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ പിന്നെന്താണ്, കാലഘട്ടത്തിൽ അർബനൈസേഷൻ നഗരവൽക്കരണം ഈ കാലഘട്ടത്തിലാണ് വരുന്നത്. പിന്നെ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയെ വാണിജ്യവൽക്കരിച്ചു. പിന്നെ റിഡക്ഷൻ ഇൻ വാല്യൂ ഓഫ് ചിൽഡ്രൻസ് വർക്ക്, അതായത് കുട്ടികളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം അത് കുട്ടികളെ ജോലിക്ക് പറഞ്ഞേക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഈ ലേറ്റ് ട്രാൻസിഷൻ സ്റ്റേജിലാണ് വരുന്നത്. പിന്നെ ഗ്രേറ്റ് പാരൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. വില കൂടിയ വിദ്യാഭ്യാസമാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നത്. ഇൻക്രീസിങ് ഫീമെയിൽ ലിറ്ററസി ആൻഡ് എംപ്ലോയ്മെൻറ്റ്, സ്ത്രീകൾക്കിടയിൽ സാക്ഷരതയും ജോലി ചെയ്യാനുള്ള പ്രവണതകളും വർദ്ധിച്ചു വരുന്ന ഒരു ഇതാണ് കാണുന്നത്. പിന്നെ ഹയർ വേജസ്, ഉയർന്ന കൂലി, ജീവിത ചെലവ് കൂടിയ ജീവിത ചെലവാണ്. അപ്പോൾ കൂടുതലായിട്ടും ഫാമിലി എന്ത് ചെയ്യുന്നു, ചുരുങ്ങി പോവുകയാണ്. അതായത് ഒരു ഫാമിലിയിൽ 1-2 കുട്ടിയൊക്കെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. കാരണം റൂറൽ അർബൻ മൈഗ്രേഷൻ ഈ കാലഘട്ടത്തിൽ കൂടുതലായിരുന്നു. മൈഗ്രേഷൻ എപ്പോഴും ന്യൂക്ലിയർ ഫാമിലിയാണ് യോജിച്ചൊരു ഫാമിലിയായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ബർത്ത് റേറ്റും സമൂഹത്തിൽ കുറഞ്ഞു. പിന്നെ ബെറ്റർ ആക്സസ് ടു കോൺട്രാസെപ്ഷൻ, അതായത് ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ട് നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള പിന്നെ ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബർത്ത് കൺട്രോൾ നടത്താനും ഫെർട്ടിലിറ്റി കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്ത്രീകൾക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു പിന്നെ ബോധം, അവരെ സ്റ്റാറ്റസ് ഉയർന്നു വരുന്നതിനനുസരിച്ച് അവരുടെ ജോലി സമയത്തിനനുസരിച്ചും ഒക്കെ അവർ പിന്നെ ബർത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ കോൺട്രാസെപ്റ്റീവ്സിൻ്റെ ഉപയോഗമൊക്കെ ഈ ഒരു സമൂഹത്തിൽ കാണപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ബർത്ത് റേറ്റ് കുറയാനുള്ള കാരണം. പോസ്റ്റ് ട്രാൻസിഷൻ സ്റ്റേജാണ് അടുത്തതായിട്ട് പറയുന്നത്. ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ് ആർ ലോ സ്റ്റെബിലൈസിങ്, അതായത് കുറഞ്ഞ രീതിയിൽ സ്ഥിരത വരുന്നതാണ്. ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ് ആർ ലോ സ്റ്റെബിലൈസിങ്, ഒരു സ്ഥിരപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഇൻ സം കേസസ് ബർത്ത് റേറ്റ്സ് ആർ ഫോൾ ബിലോ ദ റിപ്ലേസ്മെൻറ്റ്
ലെവൽ റിസൾട്ട്സ് ഇൻ എ ഷ്രിങ്കിങ് ഓഫ് പോപ്പുലേഷൻ. ചില അവസരങ്ങളിൽ നമുക്കൊരു റിപ്ലേസ്മെൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ എന്തുണ്ട്, ഒരു പ്രത്യേക പോപ്പുലേഷൻ ഉണ്ട്. ആ ഒരു റീപ്ലേസ്മെൻറ്റ് ലെവലിലും താഴേക്ക് ബർത്ത് റേറ്റ് പല സമയങ്ങളിലും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് വലിയൊരു ചാഞ്ചാട്ടമാണ് വരുന്നത്. അപ്പോൾ പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നു, ഷ്രിങ്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സ്റ്റെബിലൈസേഷൻ്റെ പീരീഡിൽ ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റും ഒക്കെ കുറയാണ് ചെയ്യുന്നത്. ഈ ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് സ്റ്റേജ് 4 പോപ്പുലേഷൻ ഗ്രോത്ത് സ്റ്റെബിലൈസസ് ആസ് ബർത്ത് റേറ്റ്സ് ഫോൾ ഇൻ ടു ലൈൻ വിത്ത് ഡെത്ത് റേറ്റ്സ്. ഇൻ സം കേസസ് ബർത്ത് റേറ്റ് ഫോൾ ബിലോ ദ റിപ്ലേസ്മെൻറ്റ് ലെവൽ റിസൾട്ടിങ് ഇൻ എ ഷ്രിങ്കിങ് ഓഫ് പോപ്പുലേഷൻ. ഡെത്ത് റേറ്റ്സ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് മേ റിമെയിൻ കൺസിസ്റ്റൻ്റ്ലി ലോ ഓർ ഇൻക്രീസ് സ്ലൈറ്റ്ലി ഡ്യൂ ടു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആൻഡ് ഏജിങ് പോപ്പുലേഷൻ. അതായത് നമ്മളെ ഈ ഒരു കാലഘട്ടം പോസ്റ്റ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൻ്റെ കുറച്ച് മുൻപായിട്ട് തന്നെ ആ ഒരു കാലഘട്ടം തുടങ്ങി. അപ്പോൾ ഈ ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റ് എന്നൊക്കെ പറയുന്നത് ജനന നിരക്കും മരണനിരക്കും ഒക്കെ അങ്ങനെ കൂടിയും കുറഞ്ഞും ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അതൊരു സ്റ്റെബിലൈസിങ്, ഒരു സ്ഥിരതയിലേക്ക് പോകുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസും പിന്നെ ഏജിങ് ഓഫ് പോപ്പുലേഷനും ഒക്കെ ഉള്ള സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെത്ത് റേറ്റ്സ് കുറഞ്ഞ് തന്നെ ഇരിക്കുന്നു. പക്ഷേ ബർത്ത് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ബർത്ത് റേറ്റ് ഓൾറെഡി കുറവാണ്. കാരണം ബർത്ത് കൺട്രോള്, കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വിമൻസ് സ്റ്റാറ്റസ് കൂടുതലാണ്. അപ്പോൾ ബർത്ത് റേറ്റ് സ്റ്റിൽ റിമൈനിങ് ഇൻ ലോ ആയിട്ട് തന്നെ ബർത്ത് റേറ്റ് നിലനിൽക്കുന്നുണ്ട്. ഡെത്ത് റേറ്റും കുറയുന്നുണ്ട്. കാരണം മെഡിക്കൽ ഫെസിലിറ്റീസും അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സും ഒക്കെ കൂടുതലാണ്. അതേസമയം തന്നെ എന്താണ്, ചില സമയത്ത് ഡെത്ത് റേറ്റ് കൂടുന്നുണ്ട്. കാരണം ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, വ്യായാമം കുറവായതിനാൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. പിന്നെ ഏജിങ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഗ്രോത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു തിയറിയിലൂടെ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ 3 തിയറിയാണ് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മാൽത്തൂഷ്യൻ തിയറി, ഓപ്റ്റിമം പോപ്പുലേഷൻ തിയറി, ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറി. ഈ 3 തിയറി എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റുന്നത് ഒരു സമൂഹത്തിന് എങ്ങനെയാണ് പോപ്പുലേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു 3 തിയറിയിലൂടെയും നമ്മൾ പറയുന്നത്. വളരെ കാലങ്ങൾക്ക് മുൻപുള്ള തിയറൈസിങ്ങിലൂടെയും ഇത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് സൊസൈറ്റിക്ക് പോപ്പുലേഷൻ എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്, ഹാംഫുൾ ആവുന്നത് എന്നാണ് ഈ തിയറികളിലൂടെയൊക്കെ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത്. ഡെമോഗ്രഫിക് ട്രാൻസിഷൻ തിയറിയിൽ വീണ്ടും സ്റ്റേജസ് ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് അത് വീണ്ടും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.